ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് പാസ്റ്റർ കെ.സി. ജോണിനോടൊപ്പമാണ്. മലങ്കരയുടെ അഗ്നിതാവ്, ലക്ഷക്കണക്കിന് ജനങ്ങളെ സുവിശേഷം കൊണ്ട് പ്രചോദിപ്പിച്ച, ക്രിസ്തുവിലേക്ക് നയിച്ച അനുഗ്രഹീതനായ ദൈവദാസ്, പവർവിഷൻ ടെലിവിഷൻ ചാനലിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ ചെയർമാൻ, സവിശേഷതകൾ ഒത്തിരിയുള്ള അനുഗ്രഹീതനായ ഈ തലമുറയിൽ മലങ്കര കണ്ട ഏറ്റവും അനുഗ്രഹീതനായ സുവിശേഷ പ്രഭാഷകനോടൊപ്പം ഞങ്ങൾ ചില നിമിഷങ്ങൾ ഇരിക്കുകയാണ്. എന്നോടുകൂടെ അച്ചൻകുഞ്ഞ്. ഞങ്ങൾ പ്രിയത്തോടെ സ്നേഹത്തോടെ ബേബിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ പാസ്റ്റർ കെ.സി. ജോണിനെ ബേബിച്ചായൻ എന്ന് വിളിക്കാറുണ്ട്. പാസ്റ്റർ കെ.സി. ജോൺ എന്ന് വിളിക്കുന്നതാണോ ബേബിച്ചായൻ എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? ഒഫീഷ്യലായിട്ട് വിളിക്കുമ്പോൾ കെ.സി. ജോൺ, മറ്റേത് സ്നേഹിതരുടെ സർക്കിളിൽ ബേബിച്ചായൻ. രണ്ടും അത് അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്. പാസ്റ്റർ കെ.സി. ജോൺ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയത്തോട് ചേർത്ത് വെക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ അതിൻ്റെ ആ തീവ്രത വ്യക്തമാക്കാൻ പറ്റുന്ന വാക്കുകളില്ല സത്യത്തിൽ. ഈ ബേബിച്ചാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോടുള്ള ബേബിച്ചാൻ്റെ ആ ഒരു ചിന്ത എന്തുവാ? വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സ്നേഹബന്ധമാണ് എനിക്ക് സാങ്കുട്ടി ചാക്കോട് അച്ചൻകുഞ്ഞ് ചില വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ കാണുമായിരുന്നു. അന്ന് കൺവെൻഷനും മറ്റും അച്ചൻകുഞ്ഞ് എൻ്റെ കൂടെ വരുമായിരുന്നു ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ. ആ കാലഘട്ടത്തിന്റെ ഒരു സുദീർഘമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് അല്ലേ? സുദീർഘമായ കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ അത് വലിയ മുറ്റത്തൊക്കെ ആണെങ്കിൽ അവിടെ വാഴക്കൂട്ടം കാണും വളർന്നു നിൽക്കുന്ന. പ്രസംഗിക്കാൻ്റെ കൂടെ വന്നിരിക്കുന്ന അച്ചൻകുഞ്ഞ് വാഴക്കൂട്ടത്തിൻ്റെ ഇടയിൽ സ്ഥലമൊക്കെ ഒരുക്കി സുഖമായിട്ട് കിടന്നുറങ്ങും. പ്രസംഗം കഴിയുന്നവരെ. പക്ഷെ എല്ലാ പ്രസംഗം കേട്ടിരിക്കും, വർഷത്തിലാണേലും മനസ്സിലാക്കിയിരിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പം അതിനെക്കുറിച്ച് സംസാരിക്കും. തിരിച്ചു വരുമ്പോൾ അതിന് വിപരീതമായിട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കും. മനസ്സിലായി. ക്രിട്ടിക്കലായിരുന്നു. പക്ഷെ അത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ അത് പ്രയോജനപ്പെടും. അത് നമുക്ക് ചിന്തിക്കാൻ ഇടവരുത്തും. അദ്ദേഹത്തിന്റെ വീക്ഷണം മനസ്സിലാവും. ഈ പുള്ളി അന്നും ഇങ്ങനെ ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു, വാഴക്കൂട്ടത്തിൽ കിടക്കും. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല. ഒരു പ്രാവശ്യം എറണാകുളത്തു നിന്ന് കാറ് വരുമ്പോൾ വേറെ ഒരാളുടെ ഇരിപ്പുണ്ട്. യേശു ഉടനെ വരത്തില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം തർക്കിക്കാൻ തുടങ്ങി അയാളോട്. അയാൾ തീവ്രമായൊരു ഭക്തനാണ്. പുള്ളി പേടിച്ചു പോയി കാണും. പുള്ളി വലിയ വിഷമമായി. ഇദ്ദേഹം ചുങ്ങുഞ്ഞ് ഒരു മര്യാദയില്ലാതെ സംസാരിക്കുകയാണല്ലോ. എനിക്ക് മനസ്സിലായി മനഃപൂർവ്വമാണ്, പുള്ളി ഇളക്കാനാ. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട്. റോയി, അച്ചൻകുഞ്ഞ്, ജോൺ എന്ന 3 പേരും കൂടെ ചേർന്ന് രാജ് പബ്ലിക്കേഷൻ, 3 പേരുടെയും പേരിന്റെ ആദ്യത്തെ രാജ് പബ്ലിക്കേഷൻ തുടങ്ങി. അങ്ങനെയാണ് തിരുവല്ലയിൽ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ DTP സെന്റർ. അതെ, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളൂ DTP. കാണാൻ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ കൗതുകത്തോടെ വന്ന് നോക്കിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ കമ്പ്യൂട്ടർ കാണാൻ വേണ്ടി ജോലിക്കാര് അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഇവിടെ വന്നു. കമ്പ്യൂട്ടർ വിടില്ല, ഫെഡറൽ ബാങ്കിലില്ല, ഈ തിരുവല്ല ഏരിയയിലില്ല. അന്നൊക്കെ ചെയ്യാവുന്ന മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ടെക്നോളജിയാണോ ഏറ്റവും അഡ്വാൻസ്ഡ് അതിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ്. കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന കാര്യത്തിൽ ബേബിച്ചാന് ഒരു പ്രത്യേക കൃപയുണ്ടായിരുന്നു. അതെ. നല്ല സന്തോഷകരമായ ഒരനുഭവമായിരുന്നു നിങ്ങൾ ഇരുവരുമായിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്വർഗീയധ്വനി പത്രം തുടങ്ങിയ സമയത്ത് അതിന്റെ മുഴുവൻ ഞാനൊന്നും ഗുഡ് ന്യൂസ് ജോലി ചെയ്യുക, അവിടുന്ന് വന്ന് ഒരു ദിവസം കൊണ്ട് രാത്രിയിലിരുന്ന് ഇതെല്ലാം വെട്ടി ഒട്ടിച്ച് എല്ലാം തന്ന് ഡിസൈൻ ചെയ്തു. ഞാൻ എന്നിട്ട് ഗുഡ് ന്യൂസ് വിട്ട് സ്വർഗീയധ്വനിയുടെ ചുമതല എടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. അതെ, പിറ്റേ ദിവസം അതിൽ നിന്ന് മാറി. അപ്പൊ എന്തായാലും ഒരു വാക്ക് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു പ്രയോഗം അല്ല, ഞാൻ തന്നെ അത് പറയാം. അതായത് ഞാൻ സ്വർഗീയധ്വനിയിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് സ്വർഗീയധ്വനി തുടങ്ങാനായിട്ട് ഭംഗിയായിട്ട് ഇത് നടത്താനായിട്ടെല്ലാം തീരുമാനിച്ചു. ഞാൻ ഗുഡ് ന്യൂസ് വിട്ടു വരുന്നു, തിരുവല്ലയിൽ താമസിക്കുന്നു, ഇത് ഭംഗിയായിട്ട് ഒരു പത്രം ഇറക്കാനായിട്ട്. അത് നമ്മളന്ന് വലിയ പത്രം, മനോരമ പോലെ വലിയ വിശാലമായ പത്രമാണ്. മറ്റേതെല്ലാം ഈ ചെറിയ പത്രം, ടാബ്ലോയിഡ് അല്ലേ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അത് മാറ്റിയിട്ട് സ്വർഗീയധ്വനി വലിയ പത്രമായിട്ട് മനോരമ പോലെ ഇറക്കാനായിട്ടെല്ലാം പ്ലാൻ ചെയ്ത്, അങ്ങനെയാണ് ആദ്യത്തെ ലക്കം എലൈറ്റിലോ
മരിപ്പച്ച ഓഫീസിലൊക്കെ ഇരുന്ന് നമ്മൾ പിന്നെ രാജ് പബ്ലിക്കേഷൻ അന്ന് മരിപ്പച്ച ഇല്ല, അപ്പം അതിൻ്റെ ഓഫീസിലൊക്കെ ഇരുന്ന് നമ്മളിത് ഒട്ടിച്ചു എല്ലാം റെഡിയാക്കിയത്. അപ്പോഴാണ് ഗുഡ് ന്യൂസുകാർ ഇത് മണത്തറിഞ്ഞു ഞാൻ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവറാൻകുട്ടി, അന്ന് ഞാൻ കഞ്ഞിക്കുഴിയിലാണ് താമസിക്കുന്നത്, അവറാൻകുട്ടി പിറ്റേ ദിവസം വെളുപ്പിന് എൻ്റെ ഓഫീസിൽ വന്നു. അവറാൻകുട്ടി എന്ന് പറയുന്നത് TM മാത്യു സാർ, ഗുഡ് ന്യൂസിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറാണ്. വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ച് ഈ വിഷയത്തിലേക്ക് വന്നു. അപ്പം ഒരു കാരണവശാലും സാൻകുട്ടി പോകരുതെന്ന് TM മാത്യു എന്നെ കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ കൊച്ചു പയ്യനാണെന്ന് പുള്ളി അതിൻ്റെ വരും വരായികൾ, കേസി കൊണ്ട് കൂടെ പോയാൽ സംഭവിക്കുന്ന കാര്യം, തിരുവല്ലയ്ക്ക് പോയാൽ സംഭവിക്കുന്ന കാര്യം, ഗുഡ് ന്യൂസ് വിട്ട് പോയാൽ സംഭവിക്കുന്ന കാര്യം, ഇങ്ങനെ ഇതെല്ലാം കൂടെ പറഞ്ഞ് ഒരു വശത്തൂടെ പുള്ളി എന്നെ പേടിപ്പിച്ചു, രണ്ടാമത്തെ വശത്തൂടെ എന്നെ വലിയ കാര്യമായിട്ട് അങ്ങ് പൊക്കിയിട്ടാണ് ഈ താഴോട്ട് ഇടുന്നത്. ഇതെല്ലാം കൂടെ ആയപ്പം അല്ല എന്നെ സത്യത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യും, സാൻകുട്ടി പോകരുത് അത്. അപ്പം അങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് അതിഭയങ്കരമായ മാനസിക സംഘർഷം, ഇതെങ്ങനെയാണ് വന്നെന്ന് പറയുന്നത്. ഞാൻ വാക്ക് പറഞ്ഞ കാര്യമല്ല. അവസാനം ഞാൻ വന്ന് അച്ഛൻകുഞ്ഞിനോട് ക്ഷമയൊക്കെ പറഞ്ഞു എനിക്ക് വരാനൊക്കത്തില്ല, അവർ വിടുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പം അച്ഛൻകുഞ്ഞ് കൈ ഒഴിഞ്ഞു. സാൻകുട്ടി പോയി കേസിനോട് പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ഇടപാടുന്നു. ഞാൻ ബസ് കയറി ഇവിടെ വന്നു, വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ എന്നാ സാൻകുട്ടി വന്നെന്നൊക്കെ ചോദിച്ച് പ്രൈസ്മാമ ചായയൊക്കെ തന്നു. ഞാനിങ്ങനെ വളരെ ബുദ്ധിമുട്ടി പറയുകയാണ്, അച്ഛൻ എനിക്ക് വരാനൊക്കത്തില്ല, സോറി ഗുഡ് ന്യൂസുകാർ വിടുന്നില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുക, സാൻകുട്ടി വാക്ക് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇങ്ങനെ മാറിയാൽ അങ്ങനെ ശരിയാകുന്നു, അടുത്ത ലക്കം മുതൽ ഇറക്കേണ്ടതല്ലേ. അപ്പം ഞാൻ എൻ്റെ പൊട്ട ബുദ്ധിയിൽ പറയുകയാണ്, അച്ഛ വാക്കല്ലേ മാറ്റാനൊക്കത്തുള്ളൂ. ഇത് പറഞ്ഞ അച്ഛൻ എന്നെ ഒരു 100 തവണയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് കൗൺസിലിന് പറഞ്ഞു, അതെ അതെ അതെ, വാക്കല്ലേ മാറ്റാനൊക്കെ. വേറെ ആർക്കും മനസ്സിലാകത്തില്ല എന്തോ പറയുന്നത്. എനിവേ അതൊരു കാലഘട്ടമായിരുന്നു. വളരെ 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 അന്നൊക്കെ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്, എഴുത്തെന്ന് പറയുന്നത്, പത്രം ഇറക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് അസ്ഥി പിടിച്ചൊരു കാര്യമാണ്. ഭയങ്കര ആവേശകരമാണ്, സാഹസികവുമാണ്. പക്ഷേ അതൊരു കാലഘട്ടമായിരുന്നു. എനിവേ അത് അവിടുന്ന് ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് തിരുവല്ലയിൽ അത് സെറ്റ് ചെയ്തു, കുറേ കാലം അത് നടത്തി. സ്വർഗീയധനി പിന്നീട് നിങ്ങൾ ഭംഗിയായിട്ട് നടത്തി കുറേ കാലം. അത് കഴിഞ്ഞാണ് സ്വർഗീയധനി പല കൈമറിഞ്ഞു പോയ ഒരു പ്രസിദ്ധീകരണം. അതെ, അല്ല സ്വർഗീയധനി തുടങ്ങിയത് ഞങ്ങളല്ല, ഞങ്ങൾ ഏറ്റെടുക്കുമായിരുന്നു. അയ്യാ മനസ്സിലായി. ജോർജ് ഉറീസ തുടങ്ങി. ബാബു എബിനസ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അല്ലേ? പിന്നീട് കൈമാറുകയാണ്. ഈ എഴുത്തുകാരനും വിവിധ കഴിവുകളുള്ള ആളെന്നൊക്കെ നിലയിൽ നമുക്ക് അംഗീകരിക്കാമെങ്കിലും പാസ്റ്റർ KC ജോൺ എന്ന് പറയുന്നത് ഉറക്കത്തിലും ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അറിയാതെ ചാടി വീഴുന്നേക്കും. കെനിയയിൽ യൗവനകാലത്ത് പോയി പ്രസംഗിച്ച ഒരു പ്രസംഗം എഴുന്നേറ്റ് നിന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. ഞാനത് കേട്ടിട്ട് ആവേശം കൊണ്ടു. ഇപ്പോഴും ദാനിയേൽ അരപ് മോയ്, കെനിയൻ പ്രസിഡന്റ് ദാനിയേൽ അരപ് മോയ് ഉദ്ഘാടനം ചെയ്ത വേൾഡ് പെൻഡകോസ്റ്റൽ കോൺഫറൻസിൽ പാസ്റ്റർ KC ജോൺ നടത്തിയ പ്രസംഗം ഇപ്പോഴും അദ്ദേഹത്തിന് ആവേശത്തോടാണ് ഓർക്കാൻ പറ്റുന്നത് അല്ലേ? അതെ അതെ. അതേത് വർഷമായിരുന്നു? എനിക്ക് 35 വയസ്സുള്ളപ്പോഴാണ്. എങ്ങനെ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നത്? ഇൻവിറ്റേഷൻ കിട്ടിയത് അന്നിവിടെ ആപ്റ്റി എന്ന് പറഞ്ഞ അസോസിയേഷൻ ഓഫ് പെൻഡകോസ്റ്റൽ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സംഘടന ഡോക്ടർ ജോൺ താന്നിക്കൽ ഉണ്ടാക്കി. ജോൺ താന്നിക്കൽ വേൾഡ് പെൻഡകോസ്റ്റൽ കൗൺസിലിന്റെ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹം അതിനെ കമ്മിറ്റി കൂടാനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെയാ ഞാൻ ചോദിച്ചു എങ്ങനെ അതിൻ്റെ താല്പര്യമാണോ എന്ന് ചോദിച്ചു പ്രസംഗിക്കാൻ. അതെ, പുള്ളി അവിടെ പോയി പ്രോഗ്രാം കമ്മിറ്റിയിൽ അത് പറഞ്ഞ് എൻ്റെ പേരിവിടെ ചേർത്തു. ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രസംഗനായിട്ട് അങ്ങനെ അദ്ദേഹം അത് അറേഞ്ച് ചെയ്തു. അതെവിടെ വെച്ചാൽ? നെയ്റോബി വെച്ചാണ്. നെയ്റോബിയിലാണ്, ക്യാപിറ്റലാണ് കെനിയയുടെ. അതിൻ്റെ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ രാജ്യത്തെ. നല്ല ഒരു ഇതായിരുന്നു, കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുള്ളതുകൊണ്ട് നല്ലൊരു എക്സ്പോഷറും. പിന്നെ ഞാനവിടെ ചെന്ന് അവരുടെ ഭാഷയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്ക് പഠിച്ചു. 2 ഭാഷ അവിടെയുള്ള, ഒന്ന് ആഫ്രിക്കയിൽ മുഴുവൻ
പറയുന്നൊരു ഒരു ഭാഷയുണ്ട് ഉം. എല്ലാ രാജ്യങ്ങളുമായിട്ട്. എന്നാൽ കെനിയ കെനിയക്കാരുടെ മാത്രമുള്ള. ഒരു ഭാഷയുണ്ട്. 2 ഭാഷയിലും ഞാൻ പഠിച്ചു. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നു. ഇതൊക്കെ ആളുകൾ കൈയടിക്കാന്ന് പറയും. ഞാൻ ബ്രഡ്ജ് ഉണ്ടായി. ഓക്കെ ഓക്കെ. ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന് പണ്ട് നമസ്കാരം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് പോലെ. ആ പ്രസംഗം ആൾക്കാരെ ഇളക്കി മറിച്ചെന്നാ പറയുന്നത്. അതെ അതെ. അന്ന് വലിയ മീറ്റിംഗ് ആയിരുന്നോ അതോ ചെറിയ ക്ലോസ് സർക്കിൾ ആയിരുന്നു? മീറ്റിംഗ് വലിയ മീറ്റിംഗ് 7000 പേരുണ്ടായിരുന്നു. ഉള്ള മീറ്റിംഗ്. ഈ കെനിയ ഒരു വലിയ പെന്തക്കോസ്ത് ഉണർവിൻ്റെ രാജ്യമാണ് അല്ലേ? ഈ കെനിയയിലെ ആ വേൾഡ് പെന്തക്കോസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്തതല്ലാതെ ഇന്റർനാഷണൽ സമ്മേളനങ്ങളിൽ അതുപോലെ പങ്കെടുത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ പ്രസംഗകനായിട്ട്? പ്രസംഗകനായിട്ടില്ല. ഇല്ല. ഇന്റർനാഷണൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തതില്ല. ഇവിടെ ജെറുസലേമിൽ നടന്ന ഒരു പെന്തക്കോസ്റ്റൽ ആൻഡ് കാരിസ്മാറ്റിക് സഭകളുടെ വേൾഡ് സെലക്റ്റഡ് ലീഡേഴ്സ് 100 പേരുണ്ടായിരുന്നു. അവരതിനുള്ള ടിക്കറ്റും തന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്റർനാഷണൽ ഫിഗർ ആകുക എന്നുള്ളതിനെക്കാട്ടിലും കേരളത്തിൽ പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നം അല്ലേ? അതെ അതെ അതെ. കേരളത്തിൽ വലിയ വേദികൾ വേണം, അതെ, വലിയ പ്രസംഗകനാകണം. അതങ്ങ് അസ്ഥി പിടിച്ച ഒരാളായിരുന്നു. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ നിന്ന് കളഞ്ഞിട്ട് പോകുന്നത്. അത് അമേരിക്കയെ പഠിച്ചേച്ച് തിരിച്ചു പോകുന്നവര് വളരെ അപൂർവം. ഈ ദർശനകത്ത് കിടന്ന് കത്തുക. ഇവിടെ പരസ്യത്തിലൊക്കെ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് സിയാറ്റിൽ ടൗണിൽ പോയി പരസ്യം നടത്തിച്ചു. സിയാറ്റിൽ ടൗണില് പരസ്യം സ്റ്റുഡൻസിനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പ്രസംഗിക്കുന്നു. ഓ, പല പ്രാവശ്യം പോയി നടത്തി. അത് ശരി. അതുകൂടാതെ അവിടെ ഈ മിഷൻ ഔട്ട്റീച്ച് എന്നും പറഞ്ഞ് വലിയ സഭകളെല്ലാം ഒരു ചെറിയ ചാപ്പൽ പോലൊരു സ്ഥലം ഈ ഡൗൺ ടൗണിലുണ്ടാക്കും. മദ്യപാനികൾക്ക് വേണ്ടിയുള്ള മദ്യപാനികളും മോശമായി ഹോംലെസ് ആളുകളെയൊക്കെ അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് അവർക്ക് ഫുഡ് കൊടുക്കും. അവിടെയും പ്രസംഗിക്കും. അവിടെ ഇവരിന്ന് കേട്ടോളൂ. കട്ടഞ്ഞാലേ ഫുഡ് കിട്ടത്തുള്ളൂ. ഈ അമേരിക്കയിൽ സിയാറ്റിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? സാഹചര്യം ഉണ്ടായത് ഞാൻ BSc പരീക്ഷ എഴുതി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പാസ്റ്റർ PM ഫിലിപ്പ് അടുപ്പമുണ്ടായി. PM ഫിലിപ്പ് കോട്ടയത്ത് വലിയ പ്രതാപശാലിയായിട്ട് നിൽക്കുന്ന കാലഘട്ടം. അവിടുത്തെ ബൈബിൾ സ്കൂൾ നടത്തുന്ന ആളല്ലേ, ഷാലം ബൈബിൾ കോളേജ്. എനിക്കൊരു കത്തയച്ചു, ഒരു കാർഡേല. എന്നിട്ട് ഇന്ന മാസം 3-ാം തീയതി, ഓർമ്മ മാർച്ചാണെന്ന് തോന്നുന്നു, ഏപ്രിലാണെന്ന് തോന്നുന്നു, ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ച ബൈബിൾ കോളേജ് തുറക്കുന്നു, താല്പര്യമുണ്ടെങ്കിൽ വരിക. അതിൻ്റെ മുകളിലൊരു വാചകമുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നിനാളത്തിൻ്റെ ഉള്ളിൽ ദൈവം ഇട്ടിട്ടുണ്ട്, അത് കെട്ടുപോകാൻ സമ്മതിക്കരുത് എന്നറിഞ്ഞിട്ട് അടുത്ത് ഈ വാചകം എഴുതുന്നു. അപ്പോൾ നേരത്തെ PM ഫിലിപ്പിന് അറിയാമെന്ന് പറഞ്ഞാൽ ഞാനവിടെ ഈ BScക്ക് ഇംഗ്ലീഷ് തോറ്റുപോയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കേനാനാസ് ട്യൂട്ടോറിയൽ കോളേജിലാണ് പഠിച്ചത്. പഠിക്കുമ്പോൾ PM ഫിലിപ്പിൻ്റെ അവിടെ താമസിക്കുന്നു. അത് ശരി. നമ്മുടെ ബദേൽ രാജുവൊക്കെ ഇല്ലേ, അവരന്ന് ഹോട്ടലുണ്ട് അവരുടെ വീട്ടിൽ. എല്ലാവർക്കും വേണ്ടി പബ്ലിക്കിനില്ല, സെലക്റ്റഡ് ആളുകൾക്ക് വേണ്ടി മാത്രം നല്ല ഹോട്ടൽ. അവിടെ നിന്ന് ഫുഡ് കഴിക്കും, ക്ലാസ്സിന് പോകും, തിരിച്ച് PM ഫിലിപ്പിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും. അവിടെ TGMHM ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ പോയി ക്ലാസ്സിലിരിക്കും. TGMHM ക്ലാസ്സിലും PM ഫിലിപ്പിൻ്റെ ക്ലാസ്സിലിരിക്കും. അങ്ങനെ ഒരു താല്പര്യമായി. അപ്പോൾ പരിശോധനയൊക്കെ അവിടെ നിന്ന് പോകും. ആളുകളുടെ സ്റ്റുഡൻസ് പോകുമ്പോൾ ഞാനും കൂടെ പോകും. അവരുടെ പ്രായമാണല്ലോ, സെയിം. മനസ്സിലായി. അങ്ങനെയാണ് ഈ പരസ്യ പ്രസംഗത്തിന് താല്പര്യം വന്നു. കാരണം ആരുടെ ഇൻവിറ്റേഷൻ ഇല്ലാതെ നമുക്ക് പോയി പ്രസംഗിക്കാം. അന്ന് കുറച്ചുകൂടെ ആളുകൾ താല്പര്യമായിരുന്നു പരസ്യം കേൾക്കാൻ. ഇപ്പൊ ആളുകൾ പരസ്യത്തിന് വേണ്ടി നിൽക്കത്തില്ലല്ലോ. അന്ന് വണ്ടിയില്ലല്ലോ, ഒത്തിരി വണ്ടികൾ പോകുന്നില്ലല്ലോ, ശബ്ദമായതല്ലോ. ആലപ്പുഴ ബോട്ടയിൽ ആലപ്പുഴ ചെന്നിറങ്ങി ബോട്ടിയിട്ട് നിന്നുകൊണ്ട് തന്നെ പ്രസംഗം നടത്തി. അവിടെ വെച്ചെടുത്ത് ഒരു മുസ്ലിം എനിക്ക് ചായയും വടയും കൊടുത്തന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അങ്ങനെ അവിടെ ആലപ്പുഴ ഒരാഴ്ച മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. ശരി. ഈ BSc കഴിഞ്ഞ് നിൽക്കുന്ന ഈ കാലയളവില അന്ന് എന്തോ ഈ പ്രസംഗിക്കുന്നത്, അതിനുള്ള ആ പ്രസംഗം എന്തുമായിരുന്നു പ്രസംഗിക്കുന്ന ഒരു വായിച്ച പത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ചുള്ള ജനറൽ നോളജ് കൂടെ ചേർത്ത്
രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുക. അത് പരീക്ഷിച്ചത് ആദ്യമായിട്ട് അച്ഛനാണെന്ന് തോന്നി വേദികളിലൊക്കെ. അതെ, കണ്ടംപററി പൊളിറ്റിക്സും ആണ്. എല്ലാം കൂടെ ചേർത്താ പ്രസംഗിക്കുന്നു. ആ കാലഘട്ടം വരെയുള്ള ഈ പരസ്യ പ്രസംഗങ്ങൾ എന്തുവായിരുന്നു മറ്റുള്ളവർ പ്രസംഗിച്ചിരുന്നത്? അച്ഛൻ്റെ പ്രസംഗം എന്തുവാ? വ്യത്യസ്തമായത്? മറ്റാളുകൾ അങ്ങനെ ഒരു നിന്ന് ശ്രദ്ധിക്കത്തക്ക പ്രസംഗം സാധാരണ ചെയ്യാറില്ല. ബൈബിൾ പോർഷൻസ് ആയിരുന്നു പറയുന്നവര്. അത് ഒരു പരസ്യ പ്രസംഗം ആയിരുന്നു. പുള്ളി അത് ഉറക്ക വാക്യങ്ങൾ പറയുക, അതാണ് മെയിൻ. ഏറ്റു പറയിപ്പിക്കും. ഞാൻ പറയിപ്പിക്കുകയല്ല, അദ്ദേഹം പറയിപ്പിക്കുമായിരുന്നു. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന്, സഭാകമ്പം കംപ്ലീറ്റ് മാറും. ഏത് ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഒരാൾ കേട്ടില്ലെങ്കിലും അലറി കൂടി പ്രസംഗിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പിന്നെ പേടിയില്ലല്ലോ. ഇല്ല, സദസ്സിനെ പേടിയില്ല, ആളുകളെ പേടിയില്ല, പ്രസംഗിക്കാനുള്ള ഭയം മാറും. ബൈക്കുമില്ല, പരിശീലന കളരി അതായിരുന്നു. ശരിക്കും നമ്മളിലുള്ള ആ നിയോഗം കണ്ടെത്തിയത് PM ഫിലിപ്പായിരിക്കും അല്ലേ? PM ഫിലിപ്പാ. നമ്മൾ പറഞ്ഞു വന്നത് അമേരിക്കയിലോട്ട് പോകുന്നതിന്റെ സാഹചര്യം. അവിടെ ഞാൻ പഠിക്കാനായിട്ട് ചെന്നു. പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ ആ കൊല്ലം പഠിപ്പിക്കാൻ വന്ന ഒരു സാറുണ്ട്, പാസ്റ്റർ VT തോമസ്, കുന്നത്തങ്കര കുട്ടിയച്ചൻ എന്നറിയപ്പെടുന്ന വികാസൻ. ഒരു പ്രാവശ്യം മാത്രമേ PM ഫിലിപ്പിൻ്റെ അവിടെ വന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം. അത് ആ കൊല്ലമാണ്. അത് ശരി. ഒരു 2 ഗ്രൂപ്പായിരുന്നു. IPCയിലെ രണ്ട് ഗ്രൂപ്പിലെ 2 ഭാഗത്ത് നിന്ന ആളുകളല്ലേ. അത് മാറി സമയത്ത് അദ്ദേഹത്തെ കൂടെ വിളിച്ചു. അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ പഠിപ്പിക്കാൻ വന്നു. ഈ ഭിന്നത പരിഹരിക്കപ്പെട്ടപ്പം ഇപ്പുറത്തെ ഭാഗത്തെ ഒരാളെ കൂടെ അവിടെ പഠിപ്പിക്കാൻ വിളിച്ചു. അതെ. ആ ഒരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിരുന്നു. അത് ഒറ്റ പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുള്ളത് ആ കൊല്ലമാണ്, ഞാൻ പഠിക്കുന്ന കൊല്ലമാണ്. ഓക്കെ. അദ്ദേഹത്തിന് ഞാൻ കോളേജിൽ പഠിച്ച ഒരാൾ ഇവിടെ വന്ന് പഠിക്കുന്നതിൽ വലിയ അത്ഭുതമായിട്ട് ഇവിടെ അതിനൊക്കെ പഠിച്ച് ജോലി ചെയ്തുകൊണ്ട് പോകും. ആലുവ UC കോളേജിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അത് സത്യമാണോ? ആലുവ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ അന്ന് SF-ഉം SFI ASF SF മാത്രമേ ഉള്ളൂ. SFI ആയിട്ടില്ല. SF ആ കൊല്ലമാണ്. ഞാൻ അവിടെ ചേർന്നതിൻ്റെ പിറ്റേ കൊല്ലം അത് രണ്ടാകുന്നു. അതുവരെ SF എന്ന് പറഞ്ഞ ഒരു സംഘടനയായിരുന്നു. സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിനകത്ത് ഞാൻ മെമ്പറായിരുന്നു. അത് കോളേജിനോട് ചേർന്ന് തന്നെ ഒരു തയ്യക്കടയുണ്ട്. ആ തയ്യക്കടയിലെ തയ്യക്കാരൻ അതിൻ്റെ മേധാവി ഈ മുനിസിപ്പാലിറ്റി പ്രവർത്തനത്തിൽ. എന്തോ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മളിത് കേട്ട് അത്ഭുതമായിരുന്നു. ഒന്ന് മലബാറുകാരൻ ഒരാളായിരുന്നു ഞങ്ങളുടെ കിച്ചണിലെ ഒരു സ്റ്റാഫ്. അയാൾ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു. സ്റ്റഡി ക്ലാസ് അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഇവരൊക്കെ പാവപ്പെട്ടവരായി ജീവിക്കുക, എന്താ അവർക്ക് അതിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ, അവർ അധ്വാനിക്കുന്ന പണം സേവ് ചെയ്യാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾ വന്ന് നോക്കണം ഞങ്ങളുടെ അവിടെ മലബാറിൽ, അവിടുത്തെ മലകളിൽ കാടുകളിലൊക്കെ വസിക്കുന്ന ആളുകൾ രാപ്പകൽ പണിയെടുക്കുന്നവരാ, പക്ഷെ അവർക്ക് ഒരു ഗതിയുമില്ല. അയാൾ നമ്മുടെ അങ്ങോട്ട് മനസ്സ് തിരിച്ച് കാണിച്ചു. അപ്പോൾ അതിലെനിക്ക് ആകൃഷ്ടനായി. കാരണം പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അതെ, അങ്ങനെയുള്ള ഇതാണല്ലോ. എന്നാൽ അത് എനിക്ക് വീട്ടിൽ പേടി, അപ്പനെ പേടിയായിരുന്നു. അറിയുകയാണെങ്കിൽ പ്രശ്നം. പാലക്കാട്ട് വെച്ചായിരുന്നു SF-ന്റെ ആ വർഷത്തെ ക്യാമ്പ് കടന്നു, കോൺഫറൻസ് നടന്നു. പോകാൻ എല്ലാവരും പിന്നെ വീട്ടുകാരെ പേടിക്കാൻ പോയില്ല. ഫോട്ടോ എല്ലാം പത്രത്തിൽ വന്നാലേ. അങ്ങനെ SF-ന്റെ പാലക്കാട് ക്യാമ്പിന് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വഴിതിരിഞ്ഞു പോയനെ. അങ്ങനെ ദൈവത്തിൻ്റെ ഒത്തിരി നടത്തിപ്പ് എനിക്ക് എൻ്റെ ജീവിതകാലം പുറകോട്ട് നോക്കിയാലുണ്ട്. പമ്പ പെരിയാർ ഒഴുകുന്നത് അതുവഴിയാ കോളേജിനടുത്തൂടാ, ആലുവ കോളേജിൻ്റെ അടുത്തൂടാ. പെരിയാർ ഏറ്റവും വീതി കൂടിയും ആഴമായിട്ടുള്ള സ്ഥലം അവിടെ. അപ്പോൾ അവിടെ ഞാൻ പോകുമായിരുന്നു. ഇവിടെ വെച്ച് എനിക്ക് കൊച്ചിലെ നീന്താൻ അറിയാം. കുട്ടനാടുകാരനായതുകൊണ്ട് തന്നെ നീന്തി പഠിച്ചതാ. ആരും പഠിപ്പിച്ചതല്ല, തന്നെ നീന്തി പഠിച്ചതാ. അല്ല, ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും തന്നെ പഠിച്ചതാ. എടുത്ത് ആടി പഠിച്ചതാ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുളം ഞങ്ങളുടെ വീടിന് മുമ്പിലുണ്ടായിരുന്നു, കണ്ടത്തില്. ഇങ്ങേക്കരയിൽ നിന്ന് കുത്തിച്ചാടി കൈ 2 പ്രാവശ്യം തിരിച്ചാൽ അങ്ങേക്കരയിൽ തലയെന്നിടിക്കും. അപ്പോൾ എനിക്ക് അത്രയും നീന്താം. അങ്ങനെ ധൈര്യമായി. വെള്ളത്തിൽ ചാടാനുള്ള അറപ്പ് മാറി, പേടി മാറി. അപ്പം പെരിയാറിൽ ആയതുകൊണ്ട് വളരെ സന്തോഷം. ഞങ്ങളുടെ പിള്ളേരെല്ലാം
അറിയുന്ന കോളേജിലെ ഹോസ്റ്റലിലെ പിള്ളേരെല്ലാം കൂടെ കുളിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഒരു ദിവസം എനിക്ക് തോന്നി എത്ര പ്രാവശ്യം എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ പറ്റും. പെരിയാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കുറുകൻ എത്ര പ്രാവശ്യം എനിക്ക് സാധിക്കും. എനിക്ക് അമിത വിശ്വാസമാണ്, സാധിക്കും, എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കും. അങ്ങോട്ട് ചെന്ന് മുറിച്ചക്കര ചെന്നിട്ട് അവിടെ തിരിച്ചു വന്ന് ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് നീന്തി വീണ്ടും ഇങ്ങോട്ട് വരിക. എത്ര വയസ്സുണ്ടെന്ന്? 19, 20, 18 വയസ്സ്. അപ്പോൾ അന്ന് ഞാൻ ക്ലാസ്സിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ട് അതുകൊണ്ട് കൂട്ടുകാരെ ആരും ഒറ്റയ്ക്കാണ്. ധൈര്യമാണ്. വന്നിറങ്ങി നീന്തി അക്കരെ ചെന്ന് നിൽക്കത്തില്ല, തൊട്ടേച്ച് നേരെ ഇക്കരയ്ക്ക്. റിലേ പോലെ. അതെ, ഇക്കര വന്നപ്പോഴത്തേക്ക് ധൈര്യമായി. ഇക്കര വന്നിട്ട് പിന്നെ വീണ്ടും നീന്തുക. ഇവിടെ തൊട്ടതേ ഉള്ളൂ. പെരിയാർ ഇങ്ങനെ ഭയങ്കര വീതിയിൽ കിടക്കുക, ഭയങ്കര വീതി കായൽ പോലെ കിടക്കുക, കായൽ പോലെ. പകുതി നീന്തിയപ്പോഴത്തേക്കൊക്കെ കൈ നേരെ കഴിച്ചു. മൂന്നാമത്തെ ട്രിപ്പിൽ എന്തോ ചെയ്യണം. എൻ്റെ വാശിക്ക് അക്കരെ ചെന്ന് തൊട്ടേച്ച് ഏതെങ്കിലും വള്ളം വരികയാണെങ്കിൽ ഇക്കര ഇറങ്ങാം. ഈ കുട്ടനാട് പോലെ വള്ളങ്ങൾ അധികം വരാത്ത സ്ഥലമാണ്. പിന്നെ വള്ളക്കാരൻ നിർത്തിയില്ലേ നമുക്ക് പ്രശ്നമില്ലേ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ച് നീന്താനൊക്കെ ഞാനത് മലന്ന് കിടക്കും. പതുക്കെ 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 വെച്ച് ഇക്കരയെത്തി. ഇക്കരയെത്തി കഴിഞ്ഞാൽ ചാടി കയറി മുണ്ടെടുത്ത് പേടിച്ചോടുക. പെരിയാറിന് ഭയമായിപ്പോയി, ഭയപ്പെട്ടു ഓടുക. അപ്പം ദൈവം എന്നെ വിടുവിച്ച ഒത്തിരി സംഭവം ഉണ്ടങ്ങനെ. ദൈവം വിടുവിച്ച അത്ഭുതങ്ങൾ പിന്നീട് ഇപ്പോൾ ഈ കാലത്തൊക്കെ ഓർക്കുമ്പോഴേക്ക് ദൈവത്തിൻ്റെ അത്ഭുതമായ കരുതല, കാവല പദ്ധതിയിലോട്ട് കൊണ്ടുവരിക. ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ട് ഇതൊന്നും കൈവിട്ടില്ല. അല്ലെങ്കിൽ അത് മതി നമ്മൾ വഴി പോയേനെ, പെരിയാറിലൊരു ശവമായിട്ട് കിടന്നേനെ. പിന്നെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ടോ? പിന്നെ പോകും. പിന്നെ ഈ പന്തായൊന്നും തന്നെത്താൻ വെക്കത്തില്ല. ചാകട്ടി വെള്ളത്തിൽ പതച്ചു കിടക്കാനും ജീവിതത്തിൽ പതച്ചു നിൽക്കാനും അതിനകത്തൊരു മോനയുണ്ട് കേട്ടോ. അല്ല, ദൈവം എവിടെയൊക്കെ അച്ഛനെ ചൂണ്ടായി കൊത്തിയില്ല. ദൈവം എങ്ങനെയൊക്കെ തട്ടി മാറ്റിയിടുന്നുണ്ട് അല്ലേ. അതെനിക്ക് നമ്മളെല്ലാം എല്ലാവരും കൂടെ ഇളക്കണം. ഞങ്ങളൊന്നിച്ച് സിനിമ കാണാനായിട്ട് എല്ലാവരും കൂടെ പിള്ളേരെല്ലാം കൂടെ പോയി ആലുവ തിയേറ്റർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ നടക്കണം കോളേജിലോട്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൂടുതൽ ഇറങ്ങി നടന്നു വരണം. വലിയ ഗുഡ്സ് ട്രെയിൻ കിടക്കുക. എല്ലാവരും എൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് പോയി ഇറങ്ങുക. എന്നിട്ട് ഞാൻ ഒടുവിരിക്കുന്നു. ഞാൻ കയറുകയും ചൂട് പിടിച്ച് വണ്ടി അടുക്കായി. ഞാനവിടെ പേടി വരും. ഇവിടെ നിൽക്കണോ അതോ അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്തോ. ഇറങ്ങുന്ന സമയത്ത് അവന്ന് ഇടിച്ചെങ്കിൽ ധൈര്യം കൽപ്പിച്ച് ഞാൻ കാല് മുമ്പോട്ട് വെച്ച് സൈഡിൽ കൂടെ അപ്പുറത്ത് ചാടി രക്ഷപ്പെട്ടു. അത് അത്ഭുതമായ ഒരു വിടുതലല്ലേ. പേടിച്ചവിടെ നിന്നാന്ന് തട്ടിപ്പോവും. മനസ്സിലായി. അതിധൈര്യമായിരുന്നു അന്നും. എടുത്ത് എടുത്തിയാട്ടത്തിൻ്റെ ധൈര്യം ഉണ്ടായിരുന്നു. ഏത് സാഹസികതയ്ക്കും മുന്നോട്ടോ പുറകോട്ടോ നോക്കാൻ ചാടുക. കറക്റ്റ്. കണക്കുകൂട്ടലുകൾ ഇല്ലായിരുന്നു. ഈവൻ പവർ വിഷൻ പോലും അത് പിന്നീട് നമുക്ക് അതുകൊണ്ട് എടുത്തിയാടിയത്. ആരാ തള്ളിയിട്ടെന്ന് ഇപ്പോഴും അറിയത്തില്ല. കഥയുണ്ട്. അതെ, ഞാൻ ആ വെള്ളത്തിലെ കഥ പറഞ്ഞാൽ അതൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. പ്രസംഗത്തിൽ തീഷ്ണതയോടൊരു കഥ പറയാമല്ലോ. ഈ വെള്ളത്തിൽ ഒരുത്തൻ ചാടി നീന്തി സമ്മാനം വാങ്ങിച്ചത്. അതോ അച്ഛൻ തന്നെ പറഞ്ഞാലേ അതിനൊരു പഞ്ച് വരത്തുള്ളൂ. രാജകുമാരിക്ക് വേണ്ടി രാജകുമാരി കൊടുക്കും. ഒരു മുതലകൾ മാത്രം കിടക്കുന്ന ജലാശയത്തിന്റെ മറുകര എത്തണം. ഓക്കെ, വലിയ മത്സരം നടക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മള് ഈ മുതലിലെ തല നോക്കി കിടക്കല്ലേ. ഓരോ മുതലിലും തലയെ ചവിട്ടി അക്കരെ ചെന്നു. ഇക്കരെ നമ്മുടെ നമുക്ക് സമ്മാനം കിട്ടി. കിട്ടിയിരുന്ന നമ്മൾ ചോദിക്കുക ആരാ എന്നെ തള്ളിയത്? ചാടിയതല്ല ആരാണ്ട് തള്ളിയിട്ട് പ്രാണനും കൈ പിടിച്ചോണ്ട് ഓടിയത്. അതെ.